എക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കേരള ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എക്കോസ് അക്രോസ് ഏജസ് എന്ന ഈ പരമ്പരയിലെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മണിപ്രഭ, ഒരു ശരാശരി മലയാളി. ഈ സീരീസിലെ പ്രീ ഹിസ്റ്റോറിക് കേരള, സംഗം ഏജ്, ഡാർക്ക് ഏജ്, ടെമ്പിൾ ഏജ്, ദ മാരിടൈം ഏജ് എന്നീ എപ്പിസോഡുകൾ നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1800 മുതൽ 1947 വരെയുള്ള കേരളത്തിൻ്റെ കഥയാണ്, ദ കൊളോണിയൽ ഏജ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേരളത്തിൻ്റെ കടൽ വ്യാപാര കാലത്തെക്കുറിച്ച് സംസാരിച്ചു. അറബിക്കടലിൻ്റെ കാറ്റ് കൊണ്ടുവന്ന വ്യാപാരവും തുറമുഖങ്ങളുടെ ചലനവും പുറം ലോകവുമായി കേരളം പുലർത്തിയ ബന്ധവും അതൊക്കെ ചേർന്നാണ് ഈ ഒരു വലിയ ചരിത്രഘട്ടം രൂപപ്പെട്ടത്. പക്ഷേ ആ ലോകത്ത് നിന്ന് കേരളം പതുക്കെ മറ്റൊരു കാലത്തിലേക്ക് കടക്കുകയായിരുന്നു. വ്യാപാരം മാത്രം നിർണായകമല്ലാത്ത അധികാരവും ഭരണവും ഭൂസ്വത്തും സമൂഹ വ്യവസ്ഥയും കൂടുതൽ ശക്തമായി ഇടപെട്ടു തുടങ്ങിയ ഒരു കാലം, അതായിരുന്നു കേരളത്തിൻ്റെ കൊളോണിയൽ കാലഘട്ടം. ഇന്ന് നമ്മൾ അറിയുന്ന കേരളം അന്നില്ലായിരുന്നു. പിന്നീട് കേരളമായി രൂപം കൊള്ളുന്ന ഈ ഭൂവിഭാഗം 3 വ്യത്യസ്ത രാഷ്ട്രീയ ഘടകങ്ങളിലായിട്ടാണ് നിലകൊണ്ടിരുന്നത്. മലബാർ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ, കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ സമ്മതിച്ചിരുന്നില്ലെങ്കിലും സ്വന്തം രാജവാഴ്ച നിലനിർത്തിയിരുന്ന നാട്ടുരാജ്യങ്ങൾ. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതാണല്ലോ. നിയമം, നികുതി, ഭൂവ്യവസ്ഥ, ഭരണരീതി ഒന്നും ഒരേ മാതിരിയല്ലായിരുന്നു. പിന്നീട് കേരളം ഒന്നായ ശേഷവും ആ വേറിട്ട പാരമ്പര്യങ്ങളുടെ സ്വാധീനം നീണ്ടുനിന്നു. 1800കളുടെ തുടക്കത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൻ്റെ കൊളോണിയൽ കാലം വെറും ശാന്തമായ ഭരണപരിവർത്തനങ്ങളാൽ മാത്രമല്ല തുടങ്ങുന്നത്. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ എന്ന പേര് ആ ആദ്യഘട്ടത്തിലെ നിർണായക ചിഹ്നമാണ്. 1802 മുതൽ 1809 വരെ ദളവയായി പ്രവർത്തിച്ച അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വളർന്നുവരുന്ന സ്വാധീനത്തിനെതിരെ നിലകൊണ്ട ആദ്യകാല പ്രതിരോധ മുഖങ്ങളിൽ ഒരാളായി ഓർമ്മിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേരോട് ചേർന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാന സംഭവമാണ് കുണ്ടറ വിളംബരം അഥവാ കുണ്ടറ പ്രൊക്ലമേഷൻ. 1809 ജനുവരി 11 കുണ്ടറയിൽ നിന്ന് വേലുത്തമ്പി പുറപ്പെടുവിപ്പിച്ച ഈ വിളംബരം ബ്രിട്ടീഷ് ഇടപെടലിനെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും ആയുധമെടുത്ത് പ്രതിരോധിക്കാനും വിളിച്ച ഒരു തുറന്ന ആഹ്വാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കേരളത്തിലെ ഏറ്റവും പ്രാരംഭ ആൻറ്റി ബ്രിട്ടീഷ് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി ഓർമ്മിക്കപ്പെടുന്നു. ഇതൊരു വലിയ ജനപ്രസ്ഥാനത്തിൻ്റെ കാലമല്ലായിരുന്നു, പക്ഷേ ഒരു മുന്നറിയിപ്പ് അതിലുണ്ടായിരുന്നു. കേരളത്തിലെ കൊളോണിയൽ ചരിത്രം ആദ്യം മുതൽ തന്നെ സമ്മതത്തിൻ്റെ മാത്രം കഥയല്ല, അതിന് എതിർപ്പിൻ്റെ തുടക്ക ശബ്ദവും ഉണ്ടായിരുന്നു. ഇനി തിരുവിതാംകൂറിലേക്ക് കുറച്ചുകൂടി സൂമിൻ ചെയ്തു നോക്കാം. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് സ്വാധീനം എല്ലായ്പ്പോഴും നേരിട്ടുള്ള അധീനതയായി വന്നില്ല എന്ന് നിങ്ങൾ ഇതിനും മനസ്സിലാക്കി കാണുമല്ലോ. അതിനൊരു പ്രധാന മുഖമുണ്ടായിരുന്നു, കേണൽ മൺറോ. 1812 മുതൽ 1818 വരെ അദ്ദേഹം ബ്രിട്ടീഷ് റെസിഡൻ്റായും ദിവാനായും പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്ത് റവന്യൂ, പബ്ലിക് വർക്ക്സ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ തുടങ്ങിയ മേഖലകൾ കൂടുതൽ ക്രമബദ്ധമായി പുനഃസ്ഥാപിക്കപ്പെട്ടു. സെക്രട്ടേറിയറ്റ് സംവിധാനവും കൂടുതൽ കേന്ദ്രീകൃതവും ആധുനികവുമായ ഒരു രൂപം നേടി. അതായത് ബ്രിട്ടീഷ് സ്വാധീനം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ രൂപത്തിലല്ല വന്നത്. മലബാറിൽ അത് നേരിട്ടുള്ള ഭരണമായിരിക്കുമ്പോൾ തിരുവിതാംകൂറിൽ അത് നാട്ടുരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന പരിഷ്കാര സ്വാധീനമായിട്ടാണ് കടന്നു വന്നത്. കൊളോണിയൽ കാലത്ത് മറ്റൊരു വലിയ മാറ്റം ഭൂപരിപാലനത്തിലായിരുന്നു. ഭൂമി വെറും കൃഷിക്കുള്ള ഇടമല്ലാതായി, അത് രേഖപ്പെടുത്തേണ്ട വസ്തുവായി, അത് അളക്കേണ്ടതായി തീർന്നു, അത് നികുതി ചുമത്തേണ്ട അടിസ്ഥാനമായി മാറി. കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിലും സർവേ, സെറ്റിൽമെൻറ്റ്, റവന്യൂ റെക്കോർഡ് എന്നീ സംവിധാനങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ രൂപം കൊണ്ടു. മലബാറിൽ സെറ്റിൽമെൻറ്റ് 1926 മുതൽ 1934 വരെയും തിരുവിതാംകൂറിൽ 1866 മുതൽ 1911 വരെയും കൊച്ചിയിൽ 1905 മുതൽ 1909 വരെയും പൂർത്തിയായി. ഇതിലൂടെ ആരാണ് ഭൂമിയുടെ ഉടമ, ആരാണ് കർഷകൻ, ആരാണ് നികുതി അടയ്ക്കേണ്ടത് എന്ന ചോദ്യങ്ങൾക്ക് ഭരണകൂടം കൂടുതൽ രേഖാപരവും കർശനവുമായ ഉത്തരങ്ങൾ എഴുതി തുടങ്ങി. ഇവ വെറും ഭരണപരിഷ്കാരങ്ങൾ മാത്രമല്ലായിരുന്നു, അവ മനുഷ്യരും
ഭൂമിയും തമ്മിലുള്ള ബന്ധം പുതുക്കിയെഴുതിയ തീരുമാനങ്ങളായിരുന്നു. മാരിടൈം കാലം അവസാനിച്ചു എന്ന് പറയാനാവില്ല. അതിൻ്റെ രൂപം മാറി കൊളോണിയൽ കാലത്തിലേക്ക് കടന്നുവെന്നു എന്നാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. കൊച്ചിയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. 1795 മുതൽ 1947 വരെ കൊച്ചിയിൽ ബ്രിട്ടീഷ് സ്വാധീനം നിലനിന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവിടെ മോഡേൺ പോർട്ട്, ഡ്രൈ ഡോക്സ്, ഷിപ്പ് റിപ്പയർ യാർഡ്സ്, വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നിവ രൂപം കൊണ്ടു. പഴയ മസാല വ്യാപാരത്തിൻ്റെ ഓർമ്മയിൽ മാത്രം കൊച്ചി നിന്നില്ല. കയർ, തേങ്ങ, കൊപ്ര, കുരുമുളക്, ഏലയ്ക്ക പോലുള്ള ഉൽപ്പന്നങ്ങൾ ഒഴുകുന്ന ഒരു പുതിയ സാമ്രാജ്യ വ്യാപാര ലോകത്തിൻ്റെ കവാടമായി അത് മാറി. വടക്കോട്ട് കോഴിക്കോട് നൂറ്റാണ്ടുകളായി പുറംലോകവുമായി ബന്ധം പുലർത്തിയ നഗരം. കൊളോണിയൽ ഭരണകാലത്തും ആ കടൽ മുഖങ്ങൾ മരവിച്ചില്ല. അവയ്ക്ക് പുതിയ അധികാര ഭാഷയും സാമ്പത്തിക ശക്തിയും ലഭിച്ചു. പക്ഷേ കൊളോണിയൽ കേരളം തുറമുഖങ്ങളുടെയും ഭരണപരിഷ്കാരങ്ങളുടെയും കഥ മാത്രമല്ല. അത് സമൂഹം സ്വന്തം ഉള്ളിലോട്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ കാലമായി മാറി. ആ ചോദ്യം പെട്ടെന്ന് 1920കളിൽ തുടങ്ങുന്നില്ല. അതിൻ്റെ വേരുകൾ 19-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നു. തിരുവിതാംകൂറിലെ ചന്നാർ ലഹള അല്ലെങ്കിൽ അപ്പർ ക്ലോത്ത് സ്ട്രഗിൾ അതിൻ്റെ നിർണായക ഉദാഹരണങ്ങളിലൊന്നാണ്. 1813 മുതൽ 1859 വരെ നീണ്ടുനിന്ന ആ സമരത്തിൽ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ആവശ്യപ്പെട്ടു. ഇത് വസ്ത്രധാരണത്തെക്കുറിച്ചുള്ളൊരു ചെറുകാര്യം മാത്രമായിരുന്നില്ല. ശരീരം, മാനം, സാമൂഹിക സ്ഥാനം ഇവയെല്ലാം ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന ചോദ്യമായിരുന്നു അത്. അതുകൊണ്ട് പിന്നീട് വഴിയവകാശത്തേക്കും വിദ്യാഭ്യാസ അവകാശത്തിലേക്കും ക്ഷേത്രപ്രവേശന അവകാശത്തിലേക്കും നീങ്ങുന്ന കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനം ശരീരത്തെയും മാനത്തെയും കുറിച്ചുള്ള ഇത്തരം ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രം കൂടി ഉൾക്കൊണ്ടാണ് വളരുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ചരിത്രം പറയുമ്പോൾ അയ്യങ്കാളിയെ മറക്കാനാവില്ല. 1863 തിരുവിതാംകൂറിൽ ജനിച്ച അയ്യങ്കാളി അധസ്ഥിത സമൂഹങ്ങളുടെ അവകാശങ്ങൾക്കായി നടത്തിയ സമരങ്ങളിലൂടെ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ഒരു വലിയ മാറ്റശക്തിയായി വളർന്നു. 1893 കാളവണ്ടിയിൽ പൊതുവഴിയിലൂടെ സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ പ്രതിരോധം വെറും വ്യക്തിപരമായ ധൈര്യം മാത്രമല്ലായിരുന്നു. ഈ വഴിയിൽ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന പ്രഖ്യാപനമായിരുന്നു അത്. വിദ്യാഭ്യാസം, തൊഴിൽ, പൊതുസ്ഥല പ്രവേശനം, മാന്യമായ ജീവിതം എല്ലാം അദ്ദേഹത്തിൻ്റെ സമരത്തിൽ കേന്ദ്രീകരിച്ചു. അയ്യങ്കാളിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്തെന്നാൽ കേരളത്തിൻ്റെ നവോത്ഥാനം മുകളിൽ നിന്ന് മാത്രമുണ്ടായ പരിഷ്കാരമല്ല. സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തള്ളിക്കളയപ്പെട്ടവരും സ്വന്തം അവകാശങ്ങൾക്ക് ഭാഷ കണ്ടെത്തിയ ചരിത്രവുമാണത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും കേരളത്തിൽ ജാതി അധിഷ്ഠിത അസമത്വത്തിനെതിരെ ഉയർന്ന ഏറ്റവും പ്രകാശമുള്ള പേരുകളിൽ ഒന്നാണ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം വഴി അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരായ ശക്തമായ ഒരു ആത്മീയ ഭാഷ സൃഷ്ടിച്ചു. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ മുതൽ വിദ്യാഭ്യാസവും ആത്മമര്യാദയും ഊന്നിപ്പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കേരള സമൂഹത്തിൽ ആഴത്തിലുള്ള മാറ്റം കൊണ്ടുവന്നു. ഈ നവോത്ഥാനം വ്യക്തിപരമായ സന്യാസമോ ഉപദേശമോ മാത്രമായിരുന്നില്ല. 1903 SNDP യോഗം രൂപം കൊണ്ടതോടെ ഈ സാമൂഹിക മാറ്റത്തിന് സംഘടനാപരമായ ഒരു രൂപവും ലഭിച്ചു. അത് ആശയത്തെ സംഘടനയാക്കി ആത്മീയ പരിഷ്കാരത്തെ സാമൂഹിക പ്രവർത്തനമാക്കി മാറ്റി. ഈ സാമൂഹിക ചലനത്തിൻ്റെ മഹത്തരമായ വഴിത്തിരിവുകളിൽ ഒന്നാണ് വൈക്കം സത്യാഗ്രഹം. 1924-25. ഇത് ആദ്യ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സമരം മാത്രമായിരുന്നില്ല. ആദ്യ ചോദ്യം അതിലും അടിസ്ഥാനപരമായിരുന്നു. പൊതുവഴിയിൽ എല്ലാവർക്കും നടക്കാനാകുമോ? വഴി നടക്കാനുള്ള അവകാശം, അതുപോലും ജാതിയുടെ പേരിൽ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം. കേരള സർക്കാരിൻ്റെ വിവരപ്രകാരം വൈക്കം സത്യാഗ്രഹം കേരളത്തിൻ്റെ നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒന്നിച്ചു ചേരുന്ന ചരിത്ര നിമിഷമായി ഓർമ്മിക്കപ്പെടുന്നു. അതാണ് വൈക്കത്തെ ഒരു സമരത്തിനപ്പുറം ഒരു സമൂഹത്തിൻ്റെ മനസാക്ഷി ഉണർന്ന നിമിഷമാക്കുന്നത്. അതിനുശേഷമുള്ള വലിയ നാഴികക്കല്ല് 1936 ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിൽ ശ്രീചിത്ര തിരുനാൾ ഭരണകാലത്ത് ജാതിയുടെ പേരിൽ ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നവർക്ക് പ്രവേശനം അനുവദിച്ച പ്രമാണമായിരുന്നു അത്. ഇത് വെറും ഒരു ഭരണ നിർദ്ദേശമല്ലായിരുന്നു. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു മതിൽ ഔദ്യോഗികമായി പൊളിച്ചു നീക്കിയ ഒരു നിമിഷം കൂടിയായിരുന്നു അത്. തിരുവിതാംകൂർ പിന്നീട് പ്രോഗ്രസീവ് ഗവൺമെൻറ് എന്ന വിശേഷണത്തോട് ചേർന്ന് ഓർമ്മിക്കപ്പെടുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള നടപടികൾക്കും വലിയ പങ്കുണ്ട്. സാമൂഹിക നീതി ചിലപ്പോൾ തെരുവിൽ തുടങ്ങും.
ചിലപ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ ഭാഷയിലേക്കും കടക്കും. കൊളോണിയൽ കാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭരണത്തിനുള്ളിൽ തന്നെ ചില മാറ്റങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി. തിരുവിതാംകൂറിൽ 1887 ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 ശ്രീമൂലം സഭ, പിന്നീട് 1933 നിയമപരിഷ്കാരങ്ങൾ എന്നിവ വഴി പുതിയ ആശയങ്ങൾ ഭരണത്തിലേക്ക് കടന്നു വന്നു. ഇത് പൂർണ്ണ ജനാധിപത്യമായിരുന്നില്ല. പക്ഷേ ജനപ്രതിനിധിത്വം, ആലോചന, നിയമനിർമ്മാണം, പൊതുചർച്ച ഈ ആശയങ്ങൾ ഭരണത്തിൻ്റെ ഭാഷയിലും ഇടം നേടി തുടങ്ങി. ഇതോടെ ഒരു പുതിയ ചോദ്യം ശക്തമായി ഉയർന്നു. ഭരണം ജനങ്ങളുടെ പേരിൽ നടക്കുമെങ്കിൽ ജനങ്ങൾക്ക് അതിൽ നിർണായക വാക്കില്ലേ? ഇതാണ് പിന്നീട് റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്ന ആശയം ശക്തമാക്കിയത്. തിരുവിതാംകൂറിലെ പൊതുചർച്ചകളിലും അസംബ്ലി ഡിബേറ്റ്സുകളിലും ഈ ആവശ്യം ഉയർന്നു. 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ ഉത്തരവാദിത്വ ഭരണം എന്ന ആവശ്യം കൂടുതൽ ക്രമീകരിച്ച് രാഷ്ട്രീയ ശക്തിയായി മാറി. അതായത് കൊളോണിയൽ കേരളം വെറും ഭരിക്കപ്പെട്ട സ്ഥലമല്ല, പങ്കാളികളാകാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. പതുക്കെ രാഷ്ട്രീയമായി സംസാരിക്കാൻ, ചോദ്യം ചെയ്യാൻ, പങ്കാളികളാകാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹവുമായിരുന്നു. ഇപ്പോൾ വീണ്ടും മലബാറിലേക്ക് വരാം. കാരണം അവിടെ രാഷ്ട്രീയത്തിൻ്റെ ചൂട് കൂടുതൽ തുറന്ന രൂപത്തിലായിരുന്നു. 1920 മുതൽ 1922 വരെ നടന്ന സഹകരണ നിരാകരണ പ്രസ്ഥാനം, അതായത് നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റും അതോടൊപ്പം നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വലിയ ജനപ്രക്ഷോഭമായി വളർന്നു. ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് പ്രസ്ഥാനവും ബന്ധപ്പെട്ട് നീങ്ങിയപ്പോൾ മലബാർ ഒരു പ്രധാന രാഷ്ട്രീയ പ്രക്ഷുബ്ധ മേഖലയായി മാറി. മലപ്പുറത്തെ വലിയ ജനസമ്മേളനങ്ങളും കോൺഗ്രസ് ഖിലാഫത്ത് പ്രവർത്തനങ്ങളും ഈ ഉണർവിൻ്റെ ഭാഗമായിരുന്നു. ഈ സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് 1921 മാപ്പിള വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇത് ഇന്നും വ്യത്യസ്ത രീതിയിൽ വായിക്കപ്പെടുന്ന ഏറെ സങ്കീർണമായ ഒരു ചരിത്ര സംഭവമാണ്. ബ്രിട്ടീഷ് ഭരണത്തെയും പ്രാദേശിക ഭൂവുടമകളെയും എതിർത്തുണ്ടായ ഈ ഹിംസാത്മകമായ വിപ്ലവത്തിന് പിന്നിൽ കെട്ടിക്കിടന്നിരുന്ന കർഷക അസന്തോഷവും മതസംഘർഷവും ദേശീയ രാഷ്ട്രീയ ചൂടുമുണ്ടായിരുന്നു. അതിനാലാണ് ഇതിനെ ഒരു വാചകത്തിൽ ഒതുക്കാനാവാത്തത്. ഇത് ഭൂമിയുടെ കഥയായിരുന്നു, അധികാരത്തിൻ്റെ കഥയായിരുന്നു, സംഘർഷത്തിൻ്റെ കഥയായിരുന്നു. ഇതിനു ശേഷമുള്ള ഭരണപ്രതികരണം കർശനമായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് പോലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിച്ചമർത്തൽ മുഖം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് കൊളോണിയൽ ഭരണം വെറും രേഖകളുടെയും നിയമങ്ങളുടെയും കഥ മാത്രമായിരുന്നില്ല. അത് നിയന്ത്രണങ്ങളുടെയും നിരീക്ഷണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും കഥയുമാണ്. 1940കളിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ സംഘർഷം കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുന്നു. വേതനം, തൊഴിലവസ്ഥ, ഭക്ഷ്യക്ഷാമം, അധികാര കേന്ദ്രീകരണം, ഉത്തരവാദിത്വ ഭരണം ഇവയെല്ലാം കൂടി സമൂഹത്തെ വലിയ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് 1946 പുന്നപ്ര വയലാർ സമരം ഓർമ്മിക്കപ്പെടുന്നത്. ഇത് തൊഴിലാളികളുടെയും കർഷകരുടെയും അസന്തോഷം, ഭരണാധികാരത്തിനെതിരായ രാഷ്ട്രീയ പ്രതിരോധം, തിരുവിതാംകൂറിൻ്റെ ഭാവിയെ ചൊല്ലിയുള്ള ആശങ്ക ഇവയെല്ലാം ചേർന്നുണ്ടായ രൂക്ഷ ഏറ്റുമുട്ടലായിരുന്നു. സംസ്ഥാനത്തിൻ്റെ കഠിന പ്രതികരണവും അനേകം ജീവനുകളുടെ നഷ്ടവും ഇതിനെ കേരളത്തിൻ്റെ ആധുനിക രാഷ്ട്രീയ സ്മൃതിയിൽ ഒരു വലിയ മുറിവും ഒരേ സമയം ഒരു വഴിത്തിരിവുമായി മാറ്റി. പുന്നപ്ര വയലാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നാൽ, സ്വാതന്ത്ര്യത്തിൻ്റെ അരികിലെ കേരളം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവസാനം എന്ന ഒറ്റ കാര്യത്തിനായി മാത്രം കാത്തിരുന്നില്ല. അത് സ്വന്തം സംസ്ഥാന സംഘടനയെപ്പറ്റിയും അധികാരത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും ജനങ്ങളുടെ സ്ഥാനത്തെപ്പറ്റിയും കടുത്ത ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. ഇവയെല്ലാം നോക്കുമ്പോൾ കേരളത്തിൻ്റെ കൊളോണിയൽ ചരിത്രം ഒരേ നിറത്തിലുള്ള കഥയല്ല. ഒരു ഭാഗത്ത് നേരിട്ടുള്ള സാമ്രാജ്യത്വ ഭരണം, മറ്റൊരു ഭാഗത്ത് നാട്ടുരാജ്യങ്ങളിലെ ഭരണപരിഷ്കാരങ്ങൾ, ഒരു ഭാഗത്ത് ഭൂവ്യവസ്ഥയും റവന്യൂ രേഖകളും, മറ്റൊരു ഭാഗത്ത് തുറമുഖങ്ങളും ലോകവ്യാപാരവും, ഒരു ഭാഗത്ത് ജാതീയ അനീതിക്കെതിരെയുള്ള നവോത്ഥാനവും, മറ്റൊരു ഭാഗത്ത് കർഷക വിപ്ലവവും തൊഴിലാളി സമരവും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചൂടും. അവസാനം 1947 ബ്രിട്ടീഷ് രാജ് അവസാനിക്കുന്നു. പക്ഷേ കേരളത്തിൻ്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ കേരളം ഒരു സംസ്ഥാനമായി പിറന്നതുമില്ല. 1949 തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചു. 1956 മലബാറും മറ്റു ഭാഗങ്ങളും ചേർന്ന് ആധുനിക കേരളം രൂപം കൊള്ളുന്നത്.
അതായത് കൊളോണിയൽ കാലം അവസാനിച്ചതിന് ശേഷമാണ് കേരളം പൂർണ്ണരൂപത്തിൽ ജനിക്കുന്നത്. അപ്പോൾ 1800 മുതൽ 1947 വരെ കേരളത്തിൻ്റെ കൊളോണിയൽ കാലം എന്തായിരുന്നു? ചുരുക്കത്തിൽ പറഞ്ഞാൽ അതൊരു വിഭജിക്കപ്പെട്ട ഭൂമിയുടെ കഥയായിരുന്നു. അതേസമയം പതുക്കെ ഒരുമിക്കുന്ന ഒരു ഭാവിയുടെ കഥയുമായിരുന്നു. വേലുത്തമ്പിയുടെ പ്രതിരോധ ശബ്ദത്തിൽ തുടങ്ങി ഭരണ സംവിധാനങ്ങൾ പുതുക്കിയെഴുതിയ കാലം, ഭൂമിയെ രേഖയാക്കി മാറ്റിയ കാലം, കടൽമുഖങ്ങളെ സാമ്രാജ്യത്വ ലോക വ്യാപാരത്തിൻ്റെ ഭാഗമാക്കിയ കാലം, ചന്നാർ സമരത്തിൽ മാന്യതയുടെ ചോദ്യമുയർന്ന കാലം, അയ്യങ്കാളിയിലും ശ്രീനാരായണ ഗുരുവിലും മനുഷ്യ ഗൗരവത്തിൻ്റെ ഭാഷ കണ്ടെത്തിയ കാലം, വൈക്കത്തും ക്ഷേത്രപ്രവേശനത്തിലും സമൂഹത്തിൻ്റെ മനസാക്ഷി മാറിയ കാലം, നിയമസഭകളിലും സ്റ്റേറ്റ് കോൺഗ്രസിലും ഉത്തരവാദിത്വ ഭരണത്തിൻ്റെ ആവശ്യം ശക്തമായ കാലം, മലബാറിൻ്റെ ഖിലാഫത്ത്, നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റും മാപ്പിള വിപ്ലവവും രാഷ്ട്രീയത്തെ ജ്വലിപ്പിച്ച കാലം, പുന്നപ്ര വയലാറിൽ സംസ്ഥാന അധികാരവും ജനപ്രതിരോധവും രക്തസാക്ഷിത്വത്തിനിടയിൽ ഏറ്റുമുട്ടിയ കാലം. അങ്ങനെ നോക്കുമ്പോൾ കൊളോണിയൽ കേരളം ഒരു കാലഘട്ടം മാത്രമല്ല, വിഭജിക്കപ്പെട്ട ഭരണഭൂമികളും സാമൂഹിക സമരങ്ങളും രാഷ്ട്രീയ ഉണർവുകളും ചേർന്ന് ആധുനിക കേരളത്തിൻ്റെ അടിത്തറ പാകിയ ഒരു വഴിത്തിരിവായിരുന്നു അത്. ബ്രിട്ടീഷ് രാജ് അവസാനിച്ചപ്പോൾ ആ അധ്യായം അവസാനിച്ചു. പക്ഷേ കേരളത്തിൻ്റെ കഥ അവിടെ തീർന്നതുമില്ല. യഥാർത്ഥത്തിൽ ആ വേറിട്ട അനുഭവങ്ങൾ ഒരുമിച്ച് ഒരു പുതിയ സംസ്ഥാനമായും ഒരു പുതിയ സാമൂഹിക രാഷ്ട്രീയ സാധ്യതയായും മാറുന്ന കാലഘട്ടമാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്, ആധുനിക കേരളത്തിൻ്റെ ജനനം. എന്നെപ്പോലെ നിങ്ങളും ഈ അറിവുകളൊക്കെ ആസ്വദിക്കുന്നു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ശ്രദ്ധയോടെ ഇരിക്കുക, കൗതുകത്തോടെ തുടരുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.